നിങ്ങളൊരു ഇൻട്രോവേർട്ടഡ് ആണോ? അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും ഞാൻ അത്ര പോരാ, എൻ്റെ കഴിവുകൾ എനിക്ക് വിചാരിച്ചത്ര പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, ആൾക്കാരുടെ അടുത്ത് ഇടപെടാൻ പറ്റുന്നില്ല, എക്സ്ട്രോവേർട്ടുകൾക്കാണ് കുറേ കൂടെ നന്നായിട്ട് അതിനുള്ള സാധ്യത എന്ന്. അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് നിങ്ങൾ ഒരു കഴിവില്ലാത്ത ഒരാളാണെന്നോ എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് വളരെ കഴിവുറ്റ ഒരാളാണെന്നോ ഇല്ല. പല ചരിത്ര സംഭവങ്ങളും അല്ലെങ്കിൽ ഉന്നതയിലെത്തിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുമൊക്കെ അവരുടെ ബാല്യകാലം നമ്മൾ വായിച്ചു നോക്കിയാൽ അവർ ഇൻട്രോവേർട്ടഡ് ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് പലപ്പോഴും ഇൻട്രോവേർട്ടായിട്ട് കാണാറുള്ളത്. എന്നാൽ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയല്ല എന്നുമില്ല. അപ്പോൾ ഈ ലേബലിംഗ് ആരാണ് ഇടുന്നത്? ഈ ലേബലിംഗ് ശരിക്കും സത്യമാണോ? ഇങ്ങനെ തരുന്നത് ശരിക്കും സമൂഹമാണ്. രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ടിൽ അവൻ എല്ലാവരോടും ഇടപെടും, അല്ലെങ്കിൽ അവൾ എല്ലാവരുടെ അടുത്തും വേഗം സംസാരിക്കും, ഇവൻ എന്താണെന്നറിയില്ല, ഇത് ഇങ്ങനെയാണ്, എനിക്ക് ഈ സ്വഭാവമില്ല, ഇവൻ്റെ അച്ഛന് ഈ സ്വഭാവമില്ല, എന്താ ഇങ്ങനെ ആയതെന്നറിയില്ല എന്ന് നിരന്തരം വീട്ടിനുള്ളിൽ തന്നെ ഈ കുട്ടി ചെറുപ്പം തൊട്ട് കേട്ട് വരുന്നൊരു കാര്യമാണിത്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നിരിക്കുന്നത് പലതും കേട്ടിട്ട് ഓക്കെ ഞാനിങ്ങനെയാണ് എന്ന് എൻ്റെ അമ്മ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് എന്ന് എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനെങ്ങനെയാണ് മറ്റതാവുന്നത്? ജനിക്കുമ്പോൾ നിങ്ങൾ ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ടോ അങ്ങനെ ആയിരുന്നോ? ഒരിക്കലുമല്ല. വളരുന്നതിനനുസരിച്ചാണ് ആളുകളിൽ മാറ്റം വരുന്നത്. അപ്പം നമ്മുടെ സ്വഭാവം ഒരു പകുതി ശതമാനം 50% നമ്മൾക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുമെങ്കിലും ബാക്കിയുള്ള 50% നമ്മൾക്ക് ഏത് രീതിയിലും മാറ്റാനുള്ള കഴിവും ശക്തിയും ബുദ്ധിയും നമുക്ക് തന്നിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നത്. സോ നിങ്ങൾക്ക് എന്താവണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് സ്വയം കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കാവാനുള്ളിടത്ത് നിങ്ങൾ എത്തിയിരിക്കും. തീർച്ച ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.